ദീപക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുൽപ്പള്ളിയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വെൽക്കം ടു പുൽപ്പള്ളി. വെൽക്കം ടു പുൽപ്പള്ളി അല്ല, പുൽപ്പള്ളി. ഒന്നുകളെയും റെഡി. ഓക്കെ. അപ്പോ അവിടെ എത്രത്തോളം ഭക്തിപൂർവ്വം എന്താണ് പ്രത്യേക പ്രാർത്ഥന നടക്കുന്നു ദീപം? ആഷ്മി, എസ് കെ എൻ, സുഹേൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ വാരത്തിലേക്കുള്ള തുടക്കമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഓശാന ഞായർ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വിശുദ്ധ വാരമാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിനെ ആഘോഷമാക്കിയ വിശ്വാസികൾ, ആ വിശ്വാസികളുടെ തിരുക്കർമ്മങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. മറ്റൊന്ന്, കോഴിക്കോട് രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപത ആർച്ച് ബിഷപ്പ് നേതൃത്വത്തിലേക്ക് മാറുന്നു. അതായത് അതിരൂപതയായി മാറുന്നു. അങ്ങനെ ഒരു വലിയ നേട്ടം കോഴിക്കോട് രൂപതയ്ക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പായി മാറി. അങ്ങനെ ഒരു വലിയ നേട്ടത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരുക്കർമ്മമാണ് ഇത്. ഇവിടെ സെന്റ് വിൻസെന്റ് ഹോമിൽ വലിയ രീതിയിൽ ആഘോഷമായി തന്നെ ഓശാന യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ത്യാഗപീഡനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കലാണ് യേശുക്രിസ്തുവിൻ്റെ. ആ ഓർമ്മ പുതുക്കലിനെ, തിരുക്കർമ്മത്തിനെ വളരെ വിപുലമായ രീതിയിൽ തന്നെ, കാരണം കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര ഇവിടുന്ന് അല്പസമയത്തിന് ആരംഭിക്കാൻ പോകുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീളുന്ന യാത്ര. ആ യാത്രയും ഓർമ്മപ്പെടുത്തുന്നത് ഈ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അല്പം മുൻപ് സംസാരിച്ചപ്പോഴും ഈ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്ന്, ഈ വാഴ്ത്തുപാട്ടുകളിൽ വീണുപോകരുത് ആരും, വിമർശനങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അതായത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, പക്ഷേ എല്ലാം അറിയാനും ഒരു വിമർശനത്തിന് വേണ്ടി അധികാര കേന്ദ്രത്തിലുള്ളവർ തയ്യാറാകണം എന്നുള്ളതാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അല്പം മുൻപ് പറഞ്ഞത്. ഏതായാലും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓശാന ഞായർ, ഓശാന പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ് എസ് കെ.